വയനാട്ടിലെ ആദിവാസി ഭൂസമരത്തിന്റെ ഗതി മാറുന്നു. പട്ടികവർഗ യുവജനകാര്യ വകുപ്പ് മന്ത്രിയുടെ ബന്ധുക്കളും ഭൂമി കയ്യേറി തുടങ്ങി. മാനന്തവാടിക്കടുത്ത് എടപ്പടിയിൽ 170 കുടുംബങ്ങൾ രാഷ്ട്രീയ പാർട്ടികളുടെ പിന്തുണയില്ലാതെ സർക്കാർ ഭൂമി കയ്യേറി കുടിൽ നിർമ്മാണം ആരംഭിച്ചു. ഒരാഴ്ച മുമ്പ് വയനാടിന്റെ വിവിധ ഭാഗങ്ങളിൽ ആരംഭിച്ച രണ്ടാം ഘട്ട ഭൂസമരം ഗതിമാറി ശക്തമായിരിക്കുകയാണ്. CPM-ന്റെ നേതൃത്വത്തിൽ AKS ഭൂസമരം ആരംഭിച്ചതിന് പിന്നാലെ CPI, BJP കക്ഷികളുടെ പിന്തുണയോടെ അവരുടെ ആദിവാസി സംഘടനകളും വിവിധ ഭാഗങ്ങളിൽ സർക്കാർ ഭൂമി കയ്യേറി. ആദിവാസി കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ തവിഞ്ഞാൽ പഞ്ചായത്തിലെ തലപ്പുഴയിൽ 8 കുടുംബങ്ങൾ തിങ്കളാഴ്ച ഭൂമി കയ്യേറിയതോടെ കയ്യേറ്റ സമരത്തിൽ കോൺഗ്രസും പങ്കാളികളായിരിക്കുകയാണ്. മാനന്തവാടിക്കടുത്ത് എടപ്പടിയിൽ 105 എന്നറിയപ്പെടുന്ന സ്ഥലത്ത് 200 ഏക്കർ ഭൂമി 170 ആദിവാസി കുടുംബങ്ങൾ ചേർന്ന് രാഷ്ട്രീയ പാർട്ടിയുടെ ഭേദമന്യേ കയ്യേറിയിട്ടുണ്ട്. മന്ത്രി PK ജയലക്ഷ്മിയുടെ ബന്ധുക്കളും ഇതിൽ ഉൾപ്പെടുന്നു. എവിടെയാ സ്ഥലം? വീട്ടുകാരെന്താ പറയാ? മന്ത്രി നിങ്ങളെ ആരാ? മന്ത്രി എന്റെ ഒരു ആങ്ങളുടെ മോളാണ്. വരയല്ല, ഞങ്ങളെ സ്വന്തം വീട് വരയല്ല. അപ്പൊ ഇവിടെ നിങ്ങൾ കയ്യേറ്റത്തിൽ കുറെ കുടുംബങ്ങൾ കയറിയിട്ടുണ്ടോ? എന്റെ കുടുംബങ്ങൾ എന്ന് വെച്ചാൽ മോനും ഉണ്ട്, ഞാനും ഉണ്ട്. അമ്മ മൊത്തത്തില് നിങ്ങൾ ആടെ എത്ര സ്ഥലമുണ്ട് നിങ്ങൾക്ക്? ഞങ്ങൾക്ക് അവിടെ സ്ഥലമില്ല. കുടുംബത്തില് ഉള്ള സ്ഥലം ഭർത്താവിന്റെ പേരില് എല്ലാരും സ്ഥലമേ ഉള്ളൂ. അത് 3 സെന്റ് സ്ഥലത്തിൽ എനിക്ക് സർക്കാർ വീട് തന്നെ. അത് വീട് പണിയെടുത്തോണ്ടിരിക്കും. മന്ത്രി നിങ്ങളെ സഹായിക്കാറൊന്നുമില്ല? വരണ്ടേ, അവള് വരാന്ന് പറഞ്ഞു, വന്നിട്ടൊന്നുമില്ല. ഞങ്ങൾക്ക് മന്ത്രി ഒരു സഹായം ചെയ്യുന്നില്ല. അപ്പൊ ഞങ്ങൾ എവിടെന്ന് വെച്ചാൽ കിട്ടിയെടുത്തിൽ പിന്നെ കയറിക്കൂടാനാണ് തീരുമാനിച്ചത്. ഞങ്ങൾക്കിപ്പോൾ ഭൂമി കാരണന്മാർ തന്നിട്ടുമില്ല. ഞങ്ങൾ അങ്ങനെ ഒരു വീട് വെച്ച് കൂടിയെന്ന് മാത്രമേ ഉള്ളൂ. പിന്നെ സർക്കാർ ഭൂമി തന്നിട്ടില്ല. അപ്പോൾ സർക്കാരിന് ഒരു വീട് പാസ്സാക്കി അതിൽ ആകെ 3 സെന്റ് കെട്ടി പാർത്ത്. ഇപ്പം നോക്കുമ്പോൾ എല്ലാവരും കയ്യേറ്റം കയറിയപ്പോൾ ഞങ്ങളും വന്ന് കയ്യേറ്റത്തിലേക്ക് വന്ന് എവിടെയെങ്കിലും ഒരേക്കർ കിട്ടുന്നു പറയുമ്പോൾ ഞങ്ങളിപ്പോൾ കളയും പറ്റില്ലല്ലോ. മക്കൾക്കും വേണം. ഞങ്ങൾ ഭർത്താവും ഞാനും ഇപ്പോൾ 2 മക്കളും വീട്ടിൽ. ഞായറാഴ്ചയാണ് ഇവിടെ കയ്യേറ്റം ആരംഭിച്ചത്. കുറിച്യ, പണിയ വിഭാഗങ്ങളിൽപ്പെട്ട ആദിവാസികളാണ് കുടിൽ കെട്ടി തുടങ്ങിയത്. റവന്യൂ, ഫോറസ്റ്റ്, ദേവസ്വം വക ഭൂമികളിലാണ് കയ്യേറ്റം നടന്നിട്ടുള്ളത്. മാനന്തവാടി, തവിഞ്ഞാൽ പഞ്ചായത്തുകളിൽ നിന്നുള്ളവരാണ് ഭൂസമരത്തിലുള്ളത്. ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടികളുടെ പിന്തുണയോടെയല്ല തങ്ങൾ ഭൂമി കയ്യേറിയിട്ടുള്ളതെന്ന് ആദിവാസികൾ പറഞ്ഞു. മന്ത്രി നിങ്ങളെ കുടുംബക്കാരല്ലേ? കുടുംബക്കാരാണ്. അതുപോലെ തന്നെ എന്തെങ്കിലും ഇങ്ങനെയുള്ള ക്ഷേമ കാര്യങ്ങൾ അന്വേഷിക്കുക അല്ലെങ്കിൽ അതിന് വേണ്ട നടപടികളോ സ്വീകരിക്കാൻ തയ്യാറായിട്ടില്ല എന്നുള്ളതാണ് നമുക്ക് ഇതുവരെ വന്ന ബോധ്യം. എങ്ങനെ ഒരു വർഷങ്ങളായില്ലേ. അപ്പോൾ ഈ വർഗത്തിന് അല്ലെങ്കിൽ പട്ടികവർഗത്തിന് ക്ഷേമമാണ് ആര് ബഹുമാനപ്പെട്ട മന്ത്രി കൈക്കൊണ്ടത്. ആ നിലയ്ക്ക് ഈ വർഗത്തിന് ഭൂമിയില്ലാത്തവർക്ക് ഭൂമി കൊടുക്കുക, രോഗമുള്ളവർക്ക് ചികിത്സയ്ക്ക് ഫണ്ട് കൊടുക്കുക, അതുപോലെ തന്നെ വിധവകളുണ്ട്, അനാദിയായിട്ടുള്ള ആളുകളുണ്ട്. അതിന് പോലും ഒരു സൊല്യൂഷനോ കാര്യങ്ങളോ TV-യോ അല്ലെങ്കിൽ പത്രത്തിലോ മാധ്യമങ്ങളോ വന്നിട്ട് രാഷ്ട്രീയം നോക്കാതെയാണ് കയറിയത്. എല്ലാ വിഭാഗത്തിൽപ്പെട്ട ആൾക്കാരും ഉണ്ട്. കാരണം ആദിവാസികളിൽപ്പെട്ട എല്ലാ ആൾക്കാരും ഉണ്ട്. പിന്നെ മന്ത്രീൻ്റെ ആൾക്കാരും ഉണ്ട്, മന്ത്രീൻ്റെ ബന്ധപ്പെട്ട ആൾക്കാരൊക്കെ ഉണ്ട്, എല്ലാവരും ഉണ്ട്, കുടുംബക്കാരെല്ലാം ഉണ്ട്. ഇപ്പോൾ കയ്യേറ്റം നടന്ന സ്ഥലത്തിന്റെ 2 കിലോമീറ്റർ അകലെയായി ചൊവ്വാഴ്ച 80 കുടുംബങ്ങൾ കൂടി ഭൂമി കയ്യേറാൻ ഒരുങ്ങിയിട്ടുണ്ട്. വയനാട് ജില്ലയിൽ ഭൂസമരം ശക്തമായ സാഹചര്യത്തിൽ തിരുവനന്തപുരത്ത് ചർച്ച നടക്കുന്നതിനിടെയാണ് ഇവിടെ ഭൂസമരം പുതിയ വഴിത്തിരിവിലേക്ക് നീങ്ങിയത്. കൊടിയുടെ നിറം നോക്കിയുള്ള അവകാശ സ്ഥാപനമില്ല, ഇൻക്ലാബ് വിളികളുമില്ല. ഇവിടെ ഭൂമി എന്ന അവകാശത്തിനു വേണ്ടി പോരാടുകയാണ് മന്ത്രിയുടെ ബന്ധുക്കൾ അടക്കമുള്ള ആദിവാസി സമൂഹം. വടക്കേ വയനാട്ടിൽ ഭൂസമരം ശക്തമായിരിക്കുകയാണ്. ഇന്ന് പലയിടത്തും പുതിയതായി ഭൂമി കയ്യേറ്റം നടന്നിട്ടുണ്ട്. കയ്യേറ്റ ഭൂമിയിൽ നിന്നും CB ഷിബു.